ഹായ് ഓൾ. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? വാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കോൺസെപ്റ്റ്. ഫസ്റ്റ് വൺ, എ ബിസിനസ് ഇസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. അതിന് ഉത്തരം വരാം എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. സെക്കൻഡ് വൺ, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇറ്റ് വിൽ ബി ഡുവൽ ആസ്പെക്ട് ആണ് കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് സ്പെസിഫൈ ട്രേഡിംഗ് അക്കൗണ്ട്. ഇറ്റ് വിൽ ബി മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ ഫോളോവിംഗ്. ഗ്യാപ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ, GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റെലവന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോളോവിംഗ്. ഒന്നാമത്തേത്, ദ ക്വാളിറ്റി ഓഫ് മാൻ പവർ ഇസ് നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ഇറ്റ് വിൽ ബി മണി മെഷർമെന്റ്. ഫോർ എവറി ഡെബിറ്റ് there is an equal credit. It will be dual aspect. Treatment of outstanding salary. It will be matching concept. Business have got indefinite life. It will be going concern. Last and finally, stock is valued cost price or market price. Whichever is less is considered. It will be conservatism or prudence. So ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.